പഴയ കാലത്തിലേക്ക് ഒരു എത്തിനോട്ടം കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാണുക. എവിടെ ഒരു ഫോട്ടോ കിട്ടിയാലോ അറിയത്തില്ലാത്തവരുടെ ആണെങ്കിൽ പോലും അത് സൂക്ഷിച്ചു വെക്കുന്നൊരു സ്വഭാവം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ 2025 ഈ ജൂണിൽ മരിക്കുന്നത് വരെ ഈ ഫോട്ടോകളെല്ലാം ഒരു നിധി പോലെ ആൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിൽ നിന്നുള്ള ഒരു 2 ഫോട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇതിൽ ആദ്യത്തെ ഫോട്ടോ 1947 ഏകദേശം എടുത്തതാണെന്ന് തോന്നുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ആ കസേരയിലിരിക്കുന്ന 2 പേര് എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയുമാണ്. അതിന് ചുറ്റും അവരുടെ മക്കളും കുഞ്ഞുമക്കളും എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ. അന്നത്തെ വസ്ത്രധാരണ രീതികൾ എല്ലാം വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഫോട്ടോയാണിത്. ഇതിൽ താഴെ ഇടത്തുനിന്ന് രണ്ടാമതായി ആദ്യത്തെ നിരയിൽ ഇരിക്കുന്നതാണ് എൻ്റെ അമ്മ. ഈ ഫോട്ടോ എത്രത്തോളം ഭാവിയിൽ അർത്ഥവത്താകുമെന്ന് ഒരിക്കലും അറിയാതെ അവർ അന്ന് ഒരു 7 വയസ്സുകാരിയായിരുന്നു. വർഷാവർഷം കാലത്തിൻ്റെ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ ഫോട്ടോ നിലനിൽക്കുന്നുവെന്ന് അവർ ഉറപ്പാക്കി. ഇന്ന് ആ ഫ്രെയിമിലെ മിക്കവാറും എല്ലാവരും കടന്നുപോയി. എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരി ലീലമ്മയും എൻ്റെ 2 കസിൻസും മാത്രമേ ഇപ്പോൾ ഞങ്ങളോടൊപ്പമുള്ളൂ. ഈ 3 പേരും 90-ന് ചുറ്റും. ഒരു കാലത്ത് ഒരു കുടുംബസംഗമം ചിത്രീകരിച്ച ആ ചിത്രം ഇപ്പോൾ ഭൂതകാലത്തിലേക്കുള്ളൊരു വാതിലായി നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ വേരുകളുമായി നമ്മെ ബന്ധിപ്പിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. രണ്ടാമത്തെ ഫോട്ടോ 1973 എടുത്തതാണ്. അത് എൻ്റെ അമ്മയുടെ ഫോട്ടോഗ്രാഫുകളോടുള്ള സ്നേഹം കൂടുതൽ വെളിപ്പെടുത്തുന്നു. എൻ്റെ മുത്തശ്ശി മരിച്ച ദിവസമായിരുന്നു അത്. മൃതദേഹം കുളിപ്പിച്ച് ചിതയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അമ്മ അസാധാരണമായൊരു കാര്യം ചെയ്തു. മല്ലപ്പള്ളിയിൽ നിന്നുള്ള ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ അവർ വിളിപ്പിച്ചു. നഷ്ടത്തിൻ്റെ ഭാരമുള്ള ആ നിമിഷം എന്നേക്കുമായി ഫ്രീസ് ചെയ്യപ്പെട്ടു. ചിത്രത്തിൽ എൻ്റെ മുത്തശ്ശി ശാന്തമായി മരിച്ചു കിടക്കുന്നു. മക്കളും കൊച്ചുമക്കളും ചുറ്റും, അവരുടെ ചുറ്റും ഒരു പൂർണ്ണ കുടുംബ വലയം. ആ സമയത്ത് ചിലർ ചിരിച്ചു, ചിലർക്കത് വിചിത്രമായി തോന്നി. എന്നാൽ ഇന്ന് നീണ്ട 50 വർഷങ്ങൾക്ക് ശേഷം നമ്മളത് നോക്കുമ്പോൾ അത് വിലമതിക്കാനാവാത്തതായിട്ട് തീർച്ചയായിട്ടും തോന്നുന്നില്ലേ? ഇത് വെറും ഒരു ഫോട്ടോയല്ല, ഒരു ഫ്രെയിമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്നേഹം, വിടവാങ്ങൽ, ഒരുമ എന്നിവ തന്നെയാണ്. ഈ 2 ഫോട്ടോഗ്രാഫുകളിലും ഒന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതത്തിലും മറ്റൊന്ന് വിടവാങ്ങലിൻ്റെ നിശ്ചലതയിലും എൻ്റെ അമ്മയുടെ ഓർമ്മകളോടുള്ള സമർപ്പണത്തിൻ്റെ ദൃശ്യമാണ്. ഫോട്ടോഗ്രാഫുകൾ ശേഖരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും അവർക്കുള്ള അഭിനിവേശം ഞങ്ങൾക്കിന്ന് നൽകുന്നത് കാലത്തിലൂടെയുള്ള ഒരു തിരിച്ചുള്ള ഒരു യാത്ര തന്നെയാണ്. ഞങ്ങളെ സ്നേഹിച്ച മുഖങ്ങൾ വീണ്ടും കാണാനും അവരുടെ സാന്നിധ്യം വീണ്ടും വീണ്ടും അനുഭവിക്കാനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഥ സജീവമായി നിലനിർത്താനും ഈ ഫോട്ടോഗ്രാഫുകൾ ഒരുപാട് ഉപകരിക്കും.